സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഇന്നൊരു ചെറിയൊരു വളപ്രയോഗത്തിന്റെ കാര്യങ്ങളാണ്. നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ചെടികളിൽ നല്ല പച്ചപ്പ് ഉണ്ടാകാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ചെടികൾ നല്ല ആരോഗ്യത്തോടെ തക്കാളി കാഴ്ചവെക്കുന്നുണ്ട്. നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടി നമുക്കറിയാം കാൽസ്യം വളരെ അത്യന്താപേക്ഷിതമാണെന്ന് അറിയാം അല്ലെ. മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് പൊടിച്ചിട്ട് ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ചെടി നല്ല പച്ചപ്പുണ്ടാവും. പിന്നെ നമ്മൾ അറിയാം വഴുതന പറയുമ്പോൾ തക്കാളി പച്ചമുളക് വഴുതനയ്ക്കൊക്കെ വാട്ടരോഗം വരും പെട്ടെന്നല്ലേ. നമ്മൾ അസിഡിറ്റി കൂടിയ മണ്ണല്ലേ. അപ്പൊ അത് മാറാൻ വേണ്ടി നല്ലൊരു വളപ്രയോഗം കേട്ടോ. പൊടിച്ചിട്ട് ചുറ്റും ഇട്ട് കൊടുക്കുക. അത് തന്നെ തക്കാളിയൊക്കെ കാഴ്ച വെക്കുന്നുണ്ടല്ലേ. അവിടെ തന്നെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരാൻ നല്ല പച്ചപ്പുണ്ടാണ്. ഇതേപോലെ ഒരു മിക്സിയിലേക്ക് എടാ കുട്ടൂസ് അവിടെ ഇരുന്നു. ഇവന് നമുക്ക് ഡെയിലി ഒരു മുട്ട കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവൻ ഡോബർമാനാണ്. ഇവനെ ഞാൻ കൃഷി പഠിപ്പിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് മുട്ടത്തോട് ധാരാളം ഉണ്ട്. പിന്നെ ഞങ്ങളും ഡെയിലി കഴിയൊക്കെ നാടൻ കോഴിനെ വളർത്തുന്നുണ്ട്. അപ്പൊ ഇതേപോലെ മിക്സിയിലേക്ക് ഇട്ടേക്കണം. മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിക്കണം. ഇതിന്റെ കൂടെ നമ്മളെ ഇതില്ലേ ചായച്ചണ്ടി ഇല്ലേ, ചായച്ചണ്ടിയും നല്ലതാട്ടോ. ഇത്ര ഇട്ടാൽ മതി. ഇതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് കൊണ്ടുവരാം. പൊടിച്ചു കഴിഞ്ഞിട്ട് വഴുതനയൊക്കെ വളർന്നു വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ചുവട്ടിലൊക്കെ ചെറുതായിട്ട് ഇളക്കിയിട്ട് ചുറ്റുന്നു ഒരു ലേശം ഒന്ന് ഇട്ട് കൊടുത്തു. എത്ര ഉണ്ടല്ലേ. ഇത് നമ്മളെ ചെടി നല്ല ആരോഗ്യത്തോടെ വന്നത്. അതുപോലെ ഇത് കണ്ടില്ലേ തക്കാളി കണ്ടില്ലേ, ചട്ടിയിലെ തക്കാളി കണ്ടില്ലേ. നിക്കടാ ഇവനും മുട്ടത്തോട് ഇഷ്ടം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഇതിനൊക്കെ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ വെണ്ട കണ്ടില്ലേ കാഴ്ച വെക്കുന്ന, ഇത് നല്ല ശിഖരങ്ങളാകുന്നുണ്ട്. ഇതിനൊക്കെ ചുറ്റും ഇട്ട് കൊടുക്കുക. ലേശം എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ ചെടികൾ നല്ല കരുത്തോടെ വളരും. നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിലെ മണ്ണിൽ അസിഡിറ്റി കൂടിയതുകൊണ്ട് വാട്ടരോഗം വരാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു വളപ്രയോഗം നല്ലതാണ്. മുട്ടത്തോട് കണ്ടില്ല, വെണ്ട കണ്ടില്ല കാഴ്ച വെക്കുന്ന, ഇതിനൊക്കെ ലേശം ഇട്ട് കൊടുത്ത് നനച്ചു കൊടുത്തേക്കണം. ഇത് കണ്ടില്ല അടിപൊളി മുളക് കാഴ്ച വെക്കുന്ന കണ്ട, ഉണ്ടമുളകാണ്. മുളക് അടിച്ചു കണ്ടില്ല. എല്ലാവരും സത്യം പറഞ്ഞാൽ ഇതേപോലെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് അന്യസംസ്ഥാനത്ത് നിന്ന് എന്താണ് രാസകീടനാശിനി അടിച്ച പച്ചക്കറി നമുക്ക് കഴിക്കാം. നമുക്ക് തന്നെ വിളവെടുക്കാൻ ഓരോ ചെറിയൊരു പിടി ഇട്ട് കൊടുത്താൽ മതി. കാരണം എന്നിട്ട് മണ്ണ് ചെറുതായിട്ട് നിളക്കി കൊടുത്തേക്കണം. ഇതുണ്ട് ഇതേപോലത്തെ മുളകുകൾ കണ്ടില്ലേ കായ്ച്ചു നിൽക്കുന്ന, കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇട്ട് ലേശം ഇട്ട് കൊടുത്തേക്കണം. ഇതാണ് സത്യം. ഇത്രയും ചെയ്യാനുള്ളൂ. ഇത് നല്ല ഒരു 2 ആഴ്ച കൂടും 3 ആഴ്ച കൂടും ഈ മുട്ടത്തോട് ഇട്ട് കൊടുക്കാം. നമുക്ക് തക്കാളിയുടെ കാണിക്കാം. തക്കാളിയൊക്കെ കായ്ച്ചു നിൽക്കുന്ന ഈ തക്കാളിക്കൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്ന കേട്ടോ. അപ്പം ലേശം ഇതുപോലെ ചുറ്റും ഇട്ടിട്ട് ഒന്ന് നനച്ചു കൊടുത്തേക്കണം. ഇതാ നമ്മളെ മല്ലി പൊന്തി വരുന്നുണ്ട് കണ്ടില്ല. മല്ലി തക്കാളിയുടെ ഇടയിൽ ഞാൻ നട്ടതാണ് മല്ലി. ഒരു 5-6 സ്ഥലത്ത് കുറച്ചങ്ങ് വിതറിയിട്ടുണ്ട്. ഇതാണ് തക്കാളിയുടെ ചുവട്ടില് മുകളിൽ ഇടണ്ട, ലേശം വിട്ടിട്ട് കണ്ടില്ല. ചെറുതായിട്ട് ഇളക്കണമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇത് നല്ല ഏറേഷനുള്ള മണ്ണായിട്ട് കുഴപ്പമില്ല. എന്നാലും കൈ കൊണ്ടൊന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുത്താൽ തക്കാളിക്ക് നല്ല ഇലകൾക്ക് നല്ല പച്ചപ്പുണ്ടാവുകയും ചെയ്യും. രോഗങ്ങൾ വരാൻ സാധ്യത കുറയുകയും ചെയ്യും. പിന്നെ ഈ ഇതല്ല നല്ല കരുത്തോടെ തണ്ട് നല്ല കരുത്തുണ്ടാകാൻ വേണ്ടി സഹായിക്കും. തക്കാളിയുടെ തണ്ടൊക്കെ കണ്ടില്ലേ നല്ല കരുത്തോടെ നല്ല വണ്ണം വെച്ചിരിക്കുന്നത്. അതൊക്കെ ഈ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് ഒത്തിരി രോഗങ്ങൾ വരും. അത് തടയാൻ വേണ്ടി നമുക്കിത് സഹായിക്കും.